ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളൊരു കിഡ്ലൻ നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ബിഗ് സൈസ് ആയിട്ടുള്ള RC കാറിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശിവ തുറസി ഇപ്പോൾ കൊണ്ടൊരു സാധനം അതെന്ന് വെച്ചാൽ ഞാനിതുവരെ കണ്ടതിൽ നമ്മുടെ സ്റ്റോറിൽ ഏറ്റവും വലിയ RC കാർ പുതിയ സാധനമാണ് വന്നേക്കുന്നത്. ക്രോസ് കൺട്രി RC കാറാണ്, അതും 4 വീൽ ഡ്രൈവ് 1:8 സ്കെയില്. അതിൻ്റെ സ്കെയില് ഞാൻ കാണിച്ചുതരാം. അമ്മേ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നോക്കി, ഇതാണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ സൈസ് അറിയണമെങ്കിൽ ഇങ്ങനെയല്ല അറിയേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, എൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഇതിന് എന്തോരം സൈസ് ഉണ്ടോ അതാണ് എൻ്റെ ആക്ച്വൽ സൈസ്. വെരി വെരി ബിഗ്. ഇതിൻ്റെ ഷോക്കൊക്കെ നിങ്ങൾ നോക്കിയേ, നല്ല ലോങ് ഷോക്കാണ്. 4 ഷോക്കുണ്ട്, 2 മോട്ടറുണ്ട്, 4 വീൽ ഡ്രൈവാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ബിൽഡ് ക്വാളിറ്റിയിൽ ഇത് കണ്ട മെറ്റൽ ഫ്രെയിമാണ്. ഇത് മെറ്റലല്ലെന്ന് തോന്നുന്നു. ഇല്ല സോറി, ഇത് മെറ്റലാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഹാർഡ് മെറ്റലായിട്ട് എനിക്ക് തോന്നി. സൈഡിൽ ഒക്കെ ഇതും ഈ 3 പീസ് കുറച്ച് സോഫ്റ്റ് മെറ്റലും ഇത് ഭയങ്കര ഹാർഡ് മെറ്റൽ, കൈ വേദന ടൈപ്പ് മെറ്റലാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു സ്പെയർ വീല് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾക്ക് ഈസിലി റിമൂവ് ചെയ്തിട്ട് ഏത് ടയറാണോ നമ്മളുടെ ബ്രേക്ക് ആയതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ടയറിൽ വരാണെങ്കിൽ നമ്മൾക്ക് ഈ ടയർ റിമൂവ് ചെയ്ത് ഏത് ടയറാണോ നമ്മളുടെ പോയിട്ടുള്ളത് അതിലേക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കയ്യിൽ പിടിച്ചിട്ടേ എൻ്റെ കൈവേദന എടുക്കുക. ഇതിൻ്റെ ഇനി നമുക്ക് ഫുൾ ബോക്സ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ റിമോട്ടൊക്കെ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇത് 1:8 സ്കെയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതുകൂടാതെ 4 വീൽ ഡ്രൈവ് ആണ്, ഡാമ്പിങ് സ്പ്രിങ് ഉണ്ട്, ബിഗ് ടയേഴ്സാണ്, പിന്നെ സ്പെയർ വീൽ. മൊത്തം 5 ടയേഴ്സ് വരുന്നുണ്ട്, അതിലൊരെണ്ണം സ്പെയർ വീലായിരിക്കും. പിന്നെ അതുകൂടാണ്ട് പവർഫുൾ മോട്ടറാണ്. നിങ്ങൾക്ക് ഓഫ് റോഡിലുള്ള ടെറൈൻസിലൊക്കെ ഈ വണ്ടി ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ അതൊരു ഹോബി ഗ്രേഡ് റിമോട്ട് കൺട്രോളർ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഹൈ എൻഡ് ഹോബി ഗ്രേഡ് റിമോട്ട് കൺട്രോളറല്ല, ഒരു നോർമൽ ആവറേജ് ഒരു ബിഗിനർ ലെവൽ കൺട്രോളറാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ RC കാർ. ഇതിൻ്റെ സൈസ് കണ്ടല്ല, കിട്ടുന്ന സൈസാണ്. ഇതാണ് അതിൻ്റെ കൺട്രോളർ. ഞാൻ നേരത്തെ സൈസിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നു. ഇനി മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റണ്ണിങ്ങും ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഓടിക്കണം, എങ്ങനെയൊക്കെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. പക്ഷേ ഇത് ഓടിക്കേണ്ടത് ആക്ച്വലി ഈ ടൈൽസിലോ അങ്ങനെ സ്ഥലങ്ങളിലല്ല, പുറത്ത് മണ്ണിൽ അതുപോലെ കല്ല് നിറഞ്ഞ റോഡുകളിൽ ഓഫ് റോഡ് ടെറൈൻസിലാണ് ഈ വണ്ടി ഓടിക്കേണ്ടത്. മഴയത്ത് ഓടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ബാറ്ററിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ച് ചെറിയ വെള്ളങ്ങളിൽ മാത്രം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് 2 റൗണ്ട് അടിച്ചിട്ട് വരാം. നമുക്ക് എടുക്കാം. മെറ്റൽ സാധനം കൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്, അധികം തന്നെ കയ്യിലൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. ഓക്കെ, അത്യാവശ്യം നല്ല ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇത് ഓടിപ്പോണ കാണാൻ വേണ്ടി. പക്ഷേ ഇതുപോലത്തെ ഒരു ടെറൈനിൽ ഓടുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് ഏതെങ്കിലും ഒരു ഓഫ് റോഡ് ടെറൈനിൽ ഓടുമ്പോഴാണ് ഇതിൻ്റെ പ്രോപ്പർ പൊട്ടൻഷ്യൽ മനസ്സിലാണ്. കാരണം 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ടൈലിൽ ഓടിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് ലെഫ്റ്റും റൈറ്റും ടേൺ ആവും, കണ്ടല്ലോ നിങ്ങൾ. പിന്നെ നോർമലി നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും റൈഡ് ചെയ്യാൻ സാധിക്കും. ഏത് ടെറൈനിൽ നിങ്ങൾക്ക് ഓടിക്കണ്ട. ഇതിൻ്റെ 2 സൈഡിലേക്ക്, ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ റൈറ്റ് സൈഡിലേക്ക് ചരിയും, റൈറ്റിലേക്ക് തിരിച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചരിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്ക് അബ്സർവ് ഭയങ്കര വലുതാണ്. ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു 3 to 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് നീളത്തിലാണ് ഇതിൻ്റെ ഷോക്ക് അബ്സർവ് ഉള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ചരിവ് വന്നത്. അപ്പോൾ ഓഫ് റോഡൊക്കെ കയറുമ്പോഴാണെങ്കിലും വളരെയധികം നന്നായിരിക്കും. വാ, ഇനി കൺട്രോളറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഇതിപ്പോൾ ഹോബി ഗ്രേഡ് മോഡലാണ്. അപ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഓക്കെ, ഇവിടെ ടേൺ ആവും, നോക്കിക്കോ. റൈറ്റ് ലെഫ്റ്റ് ഓക്കെ. അതുകൊണ്ടാണ് ആക്സലറേഷൻ ആണെങ്കിൽ ഇത് താഴത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ആക്സലറേഷൻ, മുമ്പോട്ടാക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ബാക്ക്വേർഡിലേക്ക് ചെയ്യാനാണെങ്കിൽ ബാക്കിലേക്കുള്ള ആക്സലറേഷനാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇതിൻ്റെ ഇനി സ്പെയർ വീൽ അയക്കണം എങ്ങനെയാണെന്ന് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ റിമോട്ട് കൺട്രോളറിൽ വരുന്നത് നോർമൽ ടൈപ്പ് 2A ബാറ്ററിയാണ്. ഇതിൻ്റെ RC കാറിൻ്റെ ഉള്ളിൽ വരുന്ന ബാറ്ററി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ RC കാർ നിങ്ങളൊന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ RC കാർ അറിയാണ്ട് റിമോട്ടിൽ പ്രസ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ക്രൂ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്കൊരു
2 ബാറ്ററിയുടെ റീചാർജബിൾ ബാറ്ററി കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് അൺപ്ലഗ് ചെയ്തതിന് ശേഷം ഇതിന് നോർമൽ ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അതിൽ പ്ലഗ് ചെയ്യുക, നോർമലായിട്ട് നിങ്ങൾ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 45 to 1 hour ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 45 minutes വരെ ഇത് റൺ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഈ ബാറ്ററി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലെ ബാറ്ററീസ് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാറ്ററിനെ പറ്റി പറഞ്ഞു തന്നു. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിൻ്റെ ടയറിനെ പറ്റിയാണ്. നോർമലായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ടയറും ഈസിലി അഴിക്കാവുന്നതാണ്. കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ടയറൊക്കെ ഈസിലി റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ഇരിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ടയർ നിങ്ങൾ കണ്ടല്ല, ഇതാണ് ഇതിൻ്റെ സ്പെയർ ടയർ. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ടയർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുത്തത് അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ വെക്കുക ടയർ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോർമലി നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ആയി അവിടെ ടൈറ്റ് ചെയ്യുക. അതാണ് ഈ സ്പെയർ വീലിൻ്റെ സംഭവം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടയർ ഇതിലേക്ക് ഇടാനാണെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ജസ്റ്റ് ഞാൻ ഇത് ചെയ്ത പോലെ തന്നെ റിമൂവ് ചെയ്യുക, ഇത് അതിലേക്ക് കയറ്റുക, ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അപ്പോൾ വളരെ ഈസിലി ഏതൊരു കുട്ടിക്കും ഈ ഒരു RC കാറിനെ പറ്റി പഠിക്കാവുന്നതും അവർക്ക് തന്നെ ഇത് മെക്കാനിക്കലി ചെയ്യാവുന്നതുമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള സ്ക്രൂകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കാറാണ്. RC കാർ അങ്ങനെയാണല്ലോ കൂടുതലും. ചിലതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഉണ്ടാകും. വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി ഇതിൽ പ്ലേസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ കൊച്ചിയിൽ എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റോർ വരുന്ന സ്ഥലങ്ങൾ അറിയാമല്ലോ, പേട്ട, തൃപ്പൂണിത്തറ, അവിടെ പില്ലർ നമ്പർ 965 ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ പേട്ടയിലെ സ്റ്റോർ വരുന്നത്. പിന്നെ നമുക്ക് സെൻട്രൽ സ്ക്വയർ മോളിൽ 3rd ഫ്ലോറിൽ ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്രോൺ മോളിലും 3rd ഫ്ലോറിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റോഴ്സിലൊക്കെ വരുന്നതാണ്. നമ്മുടെ കുറേ സ്റ്റാഫുണ്ട്, എല്ലാവരുടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഈ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ.